രഞ്ജിത്ത് അമ്പാടിയിലേക്ക്. രഞ്ജിത്ത്, കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്ന ഒരു കോൺഗ്രസ് ഉണ്ട്, അതിന് മുൻപൊരു കോൺഗ്രസ് ഉണ്ട്. പഴയ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ നിന്ന സംഘടനയാണെങ്കിൽ ഇന്നത്തെ സംഘടന എന്ന് പറയുന്നത് ഒരു വിഘടനവാദത്തിന്റെ ശൈലിയിലേക്കാണോ അത് പോകുന്നത്? തീർച്ചയായും ഇത് പ്രജിത്ത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പാർട്ടിയുടെ ആശയങ്ങൾക്ക് ഒരു അപജയവും സംഭവിച്ചില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു കാലത്ത് കോൺഗ്രസ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെ വന്ന ഒരു പാർട്ടി. അതൊരു പാർട്ടിയേക്കാൾ ഉപരി ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായും കാലത്തിൻ്റെ അതീതമായി കഴിഞ്ഞു. അത് വെറും ഒരു വേസ്റ്റായ ഒരു ആശയങ്ങളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവിടെ ജനപിന്തുണ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. കേരളം, നമുക്കറിയാം, ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ 2-3 സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്, കോൺഗ്രസിന്റെ ഭരണമുള്ളത്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, പുതിയ തലമുറയ്ക്കൊരു വാഗ്ദാനവും നൽകാൻ കഴിയാത്ത, പുതിയ തലമുറ അംഗീകരിക്കുന്ന ഒരു ആശയം അവർക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ മുന്നണിയായി കോൺഗ്രസ് അപജയം സംഭവിച്ചു പോയി. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണമെങ്കിൽ മത തീവ്ര ശക്തികളുടെ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരുടെ, ജാതി ചിന്തയും മതചിന്തയും മാത്രം തലയിൽ വയ്ക്കുന്ന ആളുകളുടെയെങ്കിലും പിന്തുണ വേണം. അപ്പോൾ അത് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പയറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം മുതൽ ഇനി നമുക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും തൂത്തെറിയപ്പെടുന്നു. നമുക്ക് മറ്റൊരു സംവിധാനമില്ല. കർണാടകയിൽ നമ്മൾ കണ്ടില്ലേ, കർണാടകയിൽ കോൺഗ്രസ് അധികാരം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതതീവ്രവാദത്തിന് അനുകൂലമായ, ന്യൂനപക്ഷ തീവ്രവാദത്തിന് അനുകൂലമായി, ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞത് വളരെ സമയം ചുരുക്കിയെന്ന് ഞാൻ പറയുന്നത്, അത്തരത്തിൽ ഒരു ആശയത്തിൻ്റെ കാര്യമില്ല, പ്രത്യയശാസ്ത്രമില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി അധികാരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇനി അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടിയേ തീരൂ എന്നുള്ളിടത്താണ് ഈ ദിബാഗി നക്സലിസം അടക്കം, വന്ദേമാതരത്തെ എതിർക്കുന്നതടക്കം, വന്ദേമാതരം ആലപിക്കുന്നത് നിർത്താൻ പറയുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക്, നീചമായ, രാജ്യവിരുദ്ധമായ, രാജ്യദ്രോഹമായ നടപടികളിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരുന്നത്. പപ്പു മോനെ എങ്ങനെയെങ്കിലും ഒരിക്കൽ പ്രധാനമന്ത്രിയുടെ കുപ്പായത്തിൽ കാണുന്ന ഒരു അമ്മയുടെ ആഗ്രഹം മാത്രമാണ് അതിന്റെ പിന്നിൽ, ഒരു അമ്മയുടെ വിലാപം മാത്രമാണ് അതിന് പിന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു.